8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് 250 റബ്ബർ മരം ടാപ്പ് ചെയ്തിട്ട് 5 കിലോമീറ്റർ നടന്നിട്ടാണ് ഞാൻ ഹൈസ്കൂളിലൊക്കെ പോയി പഠിച്ചിരുന്നത്. നമുക്ക് തന്നെ ഒരു വീഴ്ച പറ്റുമ്പോൾ പോലും എനിക്കിത് വരണമായിരുന്നു. വിശ്വാസം എന്ന് പറഞ്ഞാലും അതൊരു ചങ്ങലയാണ്. നമ്മളെ മനസ്സിനെ, നമ്മുടെ തലച്ചോറിനെ ചെറുപ്പത്തിലെ വലിഞ്ഞു മുറുക്കുന്ന ഒരു ചങ്ങലയാണ്. ജനാധിപത്യ കാലത്ത് പ്രജയാണോ നമ്മൾ, അല്ലല്ലോ പൗരനല്ലേ. അപ്പം പൗരന്മാരായിട്ട് നമ്മൾ മാറിയിട്ടില്ല. ഇന്ത്യയിലെ ജനങ്ങള്, കേരളത്തിലെ ജനങ്ങളൊന്നും മാറിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും മതം അവിടെ ഈ ഭരണത്തിലൊക്കെ അതീശത്വം വെച്ച് പുലർത്തുന്നത്. സാറ് സഭയോട് ക്ഷമിച്ചു. ഞാനൊക്കെ എത്രയോ യുദ്ധം ചെയ്തിട്ടാണ്, എന്നോട് തന്നെ മല്ലടിച്ചിട്ടാണ് വിശ്വാസത്തിന്റെ ഈ വിഷാണുക്കളെ ഞാൻ പുറത്താക്കിയത്. We listen, we learn, we connect, where every story matters. Welcome to Beyond Borders with Meera Shankar. Welcome to another episode of Beyond Borders with Meera Shankar. നമ്മുടെ കൂടെയുള്ളത് പ്രൊഫസർ ജോസഫ് സാറാണ്. സാറിന് ഈ പരിപാടിയെന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ഒരു വർത്തമാനത്തിലേക്ക് സാറിന് സ്വാഗതം. സാർ ഇപ്പൊ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ താമസിക്കുന്ന മൂവാറ്റുപുഴയിലാണ്. ജനിച്ചു വളർന്നത് പാലാ ഇരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി അതിന്റെ മധ്യഭാഗത്തുള്ള ഒരു ഗ്രാമത്തിലാണ്. അവിടെയാണ് വിദ്യാഭ്യാസം. പിന്നെ ഞങ്ങൾ ആ സമയത്ത് ഹൈറേഞ്ചില് തോപ്രാംകുടിക്കടുത്ത് മുരിക്കാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ സ്ഥലമൊക്കെ വാങ്ങിച്ച് അങ്ങോട്ടേക്ക് താമസം മാറ്റിയിരുന്നു. അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം മുരിക്കാശ്ശേരിയിൽ താമസിച്ച് ഒരു 7 കിലോമീറ്റർ നടന്ന് പാറത്തോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട് ഒരു പാര കോളേജിലാണ് നടത്തുന്നത്. പിന്നീട് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് നാട്ടിൽ പൂട്ടിയിട്ട വീട്, ഈ പറയുന്ന ഇരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഭാഗത്തുള്ള വീട്ടിൽ വന്ന് അവിടെ താമസിച്ച് അവിടുത്തെ കൃഷികാര്യങ്ങളൊക്കെ നോക്കി പാലാ സെന്റ് തോമസ് കോളേജിൽ പോയി മലയാളം BA പഠിച്ച്, പിന്നെ എറണാകുളം മഹാരാജാസിൽ പോയി MA പാസ്സായിട്ട് ചങ്ങനാശ്ശേരി NSS ട്രെയിനിങ് കോളേജിൽ പോയി B.Ed ഒക്കെ എടുത്ത് അപ്പോഴേക്കും എനിക്ക് മുരിക്കാശ്ശേരിയിലെ ഒരു കോളേജ് വരികയും 2-3 വർഷമായിരുന്നു കോളേജ് വന്നിട്ട് ആ കോളേജിലേക്ക് ജോലി കിട്ടിയിട്ട് അങ്ങനെ 10 വർഷത്തെ ഏകാന്ത ജീവിതം കഴിഞ്ഞിട്ട് ജോലി കിട്ടി വീട്ടിലേക്ക് ചെന്ന ആളാണ് ഞാൻ. സാധാരണ ആളുകൾ ജോലി കിട്ടി വീട്ടിൽ നിന്ന് പോവുകയാണ്, പക്ഷെ ജോലി കിട്ടി വീട്ടിലേക്ക് ചെന്ന ആളാണ് ഞാൻ. വീട്ടിലിരുന്നാൽ കാണാവുന്ന കോളേജില് അങ്ങനെ ജോലി കിട്ടി. സാർ, അപ്പം സാറിന് അച്ഛനും അമ്മയ്ക്ക് എത്ര മക്കളാ? മൊത്തം എത്ര മക്കളാ സാറിന്? എനിക്കറിയാം സാറിന് ഒരു സിസ്റ്റർ കന്യാസ്ത്രീ ആണെന്നുള്ളത്. വേറെ 2 പിന്നെ ഒരു ചേച്ചിയും ഒരു അനിയത്തിയും ഉണ്ട്. ബാക്കി 2 അനിയന്മാരുണ്ടായിരുന്നു, അവര് മരിച്ചുപോയി. 6-7 പേരൊക്കെ ഉണ്ടായിരുന്നു. ജീവിച്ചിരിക്കുന്ന ആണുങ്ങളിൽ ഞാൻ മാത്രമേ ഉള്ളൂ. സിസ്റ്റർ ഇപ്പോഴും ഇപ്പോൾ ഡൽഹിയിലാണ്. ബാക്കി ഒരാള് എന്റെ മൂത്ത ഒരു പെങ്ങള് ഹൈറേഞ്ചിലെ പാറത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. വേറൊരു പെങ്ങള് ഇരാറ്റുപേട്ട പൂഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. ജീവിതത്തിൽ വലിയ ഒരു ഈ ഡിപ്രഷന്റെ സമയമോ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേനും ചില മുറിവുകളൊക്കെ നമുക്ക് വരുമ്പോഴത്തേനും അങ്ങനെയുള്ള ഒരു ഒറ്റപ്പെടുത്തലിനൊക്കെ എങ്ങനെ സാർ അതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യുന്നത്? അതിപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേനും സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ അതിൽ നിന്ന് കിട്ടുന്ന പാഠം വലുതാ. അപ്പൊ അതെങ്ങനെ സാറിന് അതെങ്ങനെ ചെയ്യാൻ പറ്റിയത്? അത് എങ്ങനെയാ അതിന് അത്രയ്ക്കുള്ള സ്ട്രെങ്ത് എവിടുന്നാ കിട്ടിയത്? അത് ഈ പാലക്കാര് ക്രിസ്ത്യാനികളുണ്ടല്ലോ, ചേട്ടന്മാര്, അച്ചായന്മാര്, ആ വഴിയിൽപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇടത്തരം കർഷക കുടുംബത്തിലാണ്. ചെറുപ്പം മുതലേ ഇങ്ങനെ ജോലി ചെയ്ത് ഒരു 4 വയസ്സ് മുതലൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ടാണ് ഞങ്ങൾ ജീവിച്ചു പോന്നിട്ടുള്ളത്. അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ, അതായത് നമ്മുടെ ജീവിതത്തിന് ഉള്ള പണി ഞങ്ങൾ ചെയ്യുമായിരുന്നു. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് 250 റബ്ബർ മരം ടാപ്പ് ചെയ്തിട്ട് 5 കിലോമീറ്റർ നടന്നിട്ടാണ് ഞാൻ ഹൈസ്കൂളിലൊക്കെ പോയി പഠിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികളൊക്കെ നേരിട്ടാണ്. 10-15 വയസ്സ് മുതൽ 10-28 വയസ്സ് വരെ ജോലി കിട്ടി വീട്ടിൽ ചെല്ലുന്നിടം വരെ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ സ്വയം ആണ് തീരുമാനിച്ചത്. കോളേജിൽ ചേർന്ന് പഠിക്കാൻ തീരുമാനിക്കുന്നതും പോകുന്നതും ഇതെല്ലാം കൃഷി കാര്യങ്ങളോടൊപ്പമാണ്. അത് ചെയ്ത് ബാക്കിയുള്ള സമയത്താണ് ഇങ്ങനെ പഠിക്കാൻ പോകുന്നത്. അത് ഈ സാഹിത്യത്തോടുള്ള താല്പര്യം കൊണ്ട് മലയാളം സാഹിത്യം ഐച്ഛികമായിട്ട് എടുത്ത് പല കോളേജിൽ പഠിക്കാൻ പോയതാണ്. അപ്പോൾ നമ്മൾ ധാരാളമായിട്ട് ഇങ്ങനെ സാഹിത്യ കൃതികളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹൈറേഞ്ചിലുള്ളവർക്ക് ആ നാടിന്റെ ഒരു ഗുണമായിരിക്കാം നമ്മൾ ഏത് പ്രതിസന്ധി നേരിടാനുള്ള ഒരു. അതായത് നമ്മൾ മല്ലടിച്ച് തന്നെയാണ്, ഒരിടത്ത് തന്നെയാണ് ഇങ്ങനെ പിന്നെ ബാല്യം വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഒരു മനധൈര്യമുണ്ട്, ഒരു നർമ്മബോധമുണ്ട് എനിക്ക്. അതായത് നമുക്ക് തന്നെ ഒരു വീഴ്ച പറ്റുമ്പോൾ പോലും എനിക്കിത് വരണമായിരുന്നു. നമുക്ക് മറ്റുള്ളവരോട് നമ്മൾ പറയല്ലേ, അയാൾക്ക് ഇത് വരണമായിരുന്നു എന്ന് പറയുന്ന പോലെ എന്നോട് തന്നെ ഞാനിങ്ങനെ തമാശ മട്ടിൽ പറയുമായിരുന്നു, എനിക്കിത് വരണമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു നർമ്മബോധം നമ്മുടെ ജീവിതത്തെ ഒക്കെ ലഘൂകരിക്കാനും പ്രശ്നങ്ങളെ ലഘൂകരിക്കാനും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനൊക്കെ നമുക്ക് ഒരു സഹായമായിട്ടുണ്ട്. പലതിനെയും ഞാനൊരു അതിൻ്റെതായ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ ഒരു നർമ്മത്തിൽ
ആണ് ഞാൻ പലപ്പോഴും അതിനെയൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ചെറുപ്പം മുതലേ ഈ സാഹിത്യത്തോട് ഇത്രയധികം ഇഷ്ടം ഉണ്ടായിരുന്നു? അതെങ്ങനെയാ, വായനയിൽ കൂടിയാണോ അതൊക്കെ വന്നത്, ഈ ഒരു സാഹിത്യത്തോടുള്ള ഇഷ്ടം? ഞാനൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലം മുതൽ വായിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു സാഹിത്യകാരനാവണം, പ്രത്യേകിച്ച് ആ കാലത്ത് നാടകക്കാരനാവണം എന്നായിരുന്നു ആഗ്രഹം. എൻ.എം. പിള്ളയെ പോലെ, എൻ.എം. പിള്ള ജീവിച്ചിരുന്ന കാലത്താണ് എൻ.എം. പിള്ളയെ പോലെ നാടകം എഴുതി അവതരിപ്പിച്ച് നടക്കുന്നൊരു നാടക സമിതിയൊക്കെ ഉണ്ടാക്കി നടക്കുന്ന ഒരു നാടകക്കാരനാകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ അതിന്റെയൊക്കെ ഒരു ആഗ്രഹത്തിന് പേരിലാണ് പിന്നെ ഡിഗ്രിക്ക് പിന്നെ മലയാളം ഐച്ഛികമായിട്ട് എടുത്തത്. പിന്നീട് ജോലി കിട്ടി. സാഹിത്യം പഠിപ്പിക്കുന്ന അധ്യാപകനാണല്ലോ, ആ പഠിപ്പിക്കുന്നതിലൊക്കെ അങ്ങനെ രസിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിലൊന്നും എഴുതാൻ മെനക്കെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവസാനം ഇങ്ങനെയൊക്കെ ആയപ്പോഴാണ് പിന്നെ ആത്മകഥയും മറ്റു കൃതികളൊക്കെ എഴുതി. ഇപ്പൊ 4 പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ അദ്വൈത സിദ്ധാന്തത്തെക്കുറിച്ചും നാസ്തികതയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നു. ഇതിലെ ഈ ഒരു പ്രപഞ്ചത്തിലെ മനുഷ്യൻ എന്നത് വളരെ നിസ്സാരമായ ഒരു ജീവിവർഗമാണെന്നുള്ളതാണ് സാറിന്റെ ഒരു ആ ഒരു തിരിച്ചറിവാണോ സാറിന്റെ ഒരു ഫിയർലെസ്നെസ് എന്ന് പറയുമ്പോൾ അതിലേക്ക് കൊണ്ടുവന്നത്? ആ ഒരു തിരിച്ചറിവാണോ? അതിപ്പം പിന്നെ ഈ ഇതിഹാസങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മഹാഭാരതം രാമായണം ഒക്കെ, അതൊക്കെ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. രാമായണത്തില് പിന്നെ നായകൻ ശ്രീരാമനാണ്. ഉത്തമ പുരുഷന്റെ ഉദാഹരണമായിട്ട് പറയപ്പെടുന്ന ആളാണ് ശ്രീരാമൻ. അവസാനം പിന്നെ ഈ ജീവിതം പിന്നെ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ജീവിതം ഉപേക്ഷിക്കുന്ന ആളാണ്. കൂടെയുള്ളവരെല്ലാം തള്ളിപ്പറയുകയും അവസാനം കൂടെ നിന്ന ലക്ഷ്മണനോട് പോലും പിണങ്ങേണ്ടി വന്ന സമയത്ത് അദ്ദേഹം ജീവിതം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഒരു തരത്തിൽ പറഞ്ഞ ആത്മഹത്യയാണ്. അതായത് സരയൂ നദിയിലേക്ക് ഇറങ്ങി ചെന്ന് മുങ്ങി മരിക്കും. അതും രാജാവായതുകൊണ്ടും ഒക്കെ ശ്രീരാമനായതും ഒക്കെ വേണ്ട സരയൂ പ്രവേശം എന്നാണ് പറയുന്നത്. സാധാരണക്കാരൊക്കെ നമ്മളാണെങ്കിൽ വെള്ളത്തിൽ ചാടി മരിച്ചു പറയുള്ളൂ. അപ്പോൾ ശ്രീരാമൻ അതുപോലെ തന്നെ ആ ഇതിഹാസത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങളും എത്ര സമർത്ഥരാണെങ്കിലും അവർക്കൊക്കെ എന്ത് സങ്കടങ്ങളാണുള്ളത്. അതുപോലെ തന്നെ ഈ മഹാഭാരതം എത്രയോ കഥാപാത്രങ്ങളുള്ള, ആയിരക്കണക്കിന് കഥാപാത്രങ്ങളുള്ള ഒരു വലിയ ഇതിഹാസമാണല്ലോ. എല്ലാവരും നല്ല സമർത്ഥരും അതുപോലെ തന്നെ നല്ല ശക്തിവിശേഷമുള്ളവരൊക്കെയാണ്. ഓരോ കാര്യത്തിലും സമർത്ഥരാണ്, പരാക്രമികളൊക്കെയാണ്. പക്ഷെ ആർക്കൊരു സ്വസ്ഥതയില്ല. എല്ലാവരും എപ്പോഴും അസ്വസ്ഥരാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്കറിയാം ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ സുഖം മാത്രം നിറഞ്ഞതല്ല, പ്രതിസന്ധികളുള്ളതാണ്, ദുരിതങ്ങളുള്ളതാണ് എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വരുന്ന പ്രതിസന്ധികളൊക്കെ, എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധികൾ വരും. ഇപ്പൊ എന്നെക്കാളും പ്രതിസന്ധികൾ വന്നവരും ദുഃഖം അനുഭവിച്ചവരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്കിത് ഇത്രയും താങ്ങാനുള്ള ഒരു കെൽപ്പുള്ളത് കൊണ്ടാണ് എനിക്കിത് വന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിർമ്മല കോളേജില് തിയേറ്ററും സിനിമയും പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ എന്ന നിലയില് ഇപ്പൊ ഒരു സാഹിത്യ വിദ്യാർത്ഥി അല്ലെങ്കിൽ സിനിമാ നിരീക്ഷകൻ കാണുന്ന ക്രിയേറ്റീവ് ഫാന്റസിയെ ഒരു പൊതുസമൂഹം അതിന്റെ ഒരു ബാഹ്യ അർത്ഥത്തിൽ മാത്രം കണ്ട് അങ്ങനെ ഒരു വായനക്കാരൻ മുൻവിധിയോടെയുള്ള രീതിയിൽ അതിനെയൊക്കെ കാണുന്ന ഒരു രീതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു സാഹിത്യത്തെ കാണുമ്പോഴോ അല്ലെങ്കിൽ സിനിമയെ കാണുമ്പോഴോ ആൾക്കാർ റിവ്യൂ ചെയ്യുന്നത് ആണെങ്കിൽ പോലും അവനവന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് അങ്ങ് റിവ്യൂ ചെയ്യുകയാണ്. അത് സിനിമ ആയാലും ഒരു സാഹിത്യം ആയാലും. സോ അത് കാണുമ്പോൾ സാറിന് അതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേനും എങ്ങനെയാ സാർ അതിനെ കാണുന്നത്? ഇപ്പൊ ഈ പി ടി കുഞ്ഞു മുഹമ്മദിന്റെ ഈ ലേഖനത്തിന്റെ പേര് തിരക്കഥ ഒരു വിശ്വാസിയുടെ കണ്ടെത്തലുകൾ എന്നാണ്. അതിൽ നിന്നാണ് ഒരു ഭാഗം, ഒരു സംഭാഷണ ഭാഗം ഞാൻ എന്റെ ചോദ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അതാണ് പിന്നെ വിവാദമാകുന്നത്. ഞാൻ ഈ മുരിക്കാശ്ശേരി കോളേജിലായിരുന്നു ആദ്യം ജോലി കിട്ടിപ്പോയത്. വീട്ടിലേക്ക് അല്ലെങ്കിൽ വീട്ടുമുറ്റത്തുള്ള കോളേജിലേക്കാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ പിന്നെ ഒരു 8 വർഷം അവിടെ ജോലി ചെയ്തതിനു ശേഷം സാഹിത്യം പഠിപ്പിക്കാനുള്ള, അതായത് BA മലയാളംകാർക്കും MA മലയാളംകാർക്കും ഒക്കെ അവരെ പഠിപ്പിക്കാനുള്ള ഒരു കൗതുകം കൊണ്ടും ഇഷ്ടം കൊണ്ടുമാണ് നമ്മുടെ വീടും കൃഷി സ്ഥലമൊക്കെ അവിടെ വിട്ടിട്ട് ഈ മൂവാറ്റുപുഴയ്ക്ക് വരുന്നത്. അപ്പോൾ സാഹിത്യത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് കുറെ കാലമൊക്കെ വാടകയ്ക്ക് താമസിച്ച് പിന്നീടൊക്കെയാണ് വീടുണ്ടാക്കുന്നത്. കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് സാഹിത്യത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ്. സാഹിത്യം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കണമെന്നൊരു ഭാവന വേണം. അപ്പൊ ആ ഭാവന ഇല്ലാത്തവര് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും കലകൊണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ഉചിതമല്ല. അപ്പൊ എന്റെ കാര്യത്തില് ഒരു അക്കാഡമിക് തലമാണ്. ഞാനിങ്ങനെ നാട്ടില് അല്ലെങ്കിൽ പത്രത്തിലോ അല്ലെങ്കിൽ നോട്ടീസ് അടിച്ചോ ഒരു മതവിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളല്ല. ഞാൻ എന്റെ ജോലി കൃത്യമായിട്ട് ചെയ്ത കൂട്ടത്തില് മുഹമ്മദ് എന്നുള്ളൊരു പേര് ചേർത്തതിനെ നാട്ടിലുള്ളവരും മറ്റു മതക്കാരും തീവ്രവാദികളും ഒക്കെ എടുത്ത് അതിനെ വിമർശിക്കുകയും കലാപം ഉണ്ടാക്കുകയും അവസാനം അവരുടെ രീതിക്ക് എന്നെ കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്തതാണ്.
അതൊക്കെ ഒരു ജനാധിപത്യം രൂഢമൂലമായിട്ടുള്ള ഒരു രാജ്യത്ത് നടക്കാൻ പാടില്ല. സോ ഇങ്ങനെയൊക്കെ നമ്മളിപ്പോ ഈ ഒരു സാഹിത്യത്തെ കുറിച്ച് ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴും സാർ ആ സമയത്ത് അവരെയൊക്കെ നേരിൽ കണ്ട സമയത്ത് സാർ എപ്പോഴും സംയമനം പാലിച്ചു എന്നുള്ളതാണ് വായിച്ചറിയാൻ കഴിഞ്ഞത്. എങ്ങനെയാ അത് സാറിന് സാധിച്ചത്? അതായത് നമ്മള് പലതരത്തിലും വിഷമിപ്പിച്ച ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ പലപ്പോഴും നമുക്ക് നേരിട്ട് കാണേണ്ടി വരും. കാണുമ്പോഴൊക്കെ നമുക്ക് അവരോട് അരിശം തോന്നുക, അവരോടുള്ള പ്രതികാരം മനസ്സിൽ ആളിക്കത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ കേട് നമുക്ക് തന്നെയാണെന്ന് നമുക്കറിയാം. ഞാനതുകൊണ്ടൊക്കെ കഴിഞ്ഞുപോയ കാര്യം കഴിഞ്ഞു. നമ്മുടെ അതുപോലുള്ള ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ പലതിനും നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അതിനോടൊക്കെ അവരോടൊരു പക വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ ബുദ്ധിപൂർവ്വം അവരോടൊക്കെ ക്ഷമിച്ച് അങ്ങനെ അവരെ കണ്ടപ്പോഴത്തേനും ആദ്യമായിട്ട് മനസ്സിൽ എന്താ പോയത്? എന്നെ ആക്രമിച്ച ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അവരോട് നമുക്കൊരു സഹതാപം ഉള്ളത്. കാരണം അവരല്ല, അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ നിയോഗിച്ചതാണ് അവര്. അവര് നമ്മളെ അറിയുന്നവരോ നമ്മളോട് പ്രത്യേകിച്ച് വിരോധമുള്ളവരോ ഒന്നുമല്ല. അവര് ചില ആളുകളുടെ പിണിയാളുകളാണ്. അപ്പോൾ അവരുടെ ജോലി എന്ന് പറയുന്നത് അവരുടെ യജമാനന്മാര് പറയുന്നത് നടപ്പാക്കുക എന്നുള്ളതാണ്. അവരത് ചെയ്യുന്നു. അവരൊരു ഉപകരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അവരോട് നമുക്കൊരു പ്രത്യേകിച്ചൊന്നുമില്ല. എന്നെ വെട്ടുന്ന വാക്കത്തിയോടും മഴുവിനോടും നമുക്ക് എന്തെങ്കിലും പ്രതികാര ബുദ്ധിയുണ്ടോ എന്ന് പറഞ്ഞതുപോലെയാണ് അവരെ നമ്മൾ ഉപകരണങ്ങളായിട്ട് കാണുന്നു. പിന്നെ അവരെ പറഞ്ഞയച്ച ആളുകള് അവരും ഇരകളാണെന്ന് ഞാൻ പലപ്പോഴും പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഒരു മതത്തിന്റെ അല്ലെങ്കിൽ പ്രാകൃതമായ വിശ്വാസങ്ങളുടെ ഇരകളാണ്. അവരോടും നമുക്ക് സഹതാപം തന്നെയാണ് ഉള്ളത്. ഒരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്നല്ല ഗ്രാജുവലി അല്ലെങ്കിൽ ഇവഞ്ച്വലി സാർ ഒരു തത്വചിന്തകനായോ അല്ലെങ്കിൽ നാസ്തികനായോ അല്ലെങ്കിൽ അദ്വൈത അങ്ങനെ എന്തോ ഇതൊക്കെ ആയിട്ട് സാറ് മാറുമ്പോ ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ഗാർലൻഡ് അല്ലെങ്കിൽ ഡാലസ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് സാറ് നിൽക്കുമ്പോ ഇവിടോട്ട് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് പ്രവാസികളായിട്ട് വരുന്നവരുടെ കൂടെ തന്നെ ഈ സാർ അന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അവരുടെ കൂടെ മറ്റേ എന്താണ് ആഫ്രിക്കയില് ഇവിടെ പോകുന്ന ആൾക്കാരുടെ പോലെ കൂടെ പോകുന്ന കുറെ പേര് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് സാർ അത് മെൻഷൻ ചെയ്തിരുന്നു. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വൈറലായി. ആൾക്കാരെല്ലാരും അതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് സാർ അതിനെ കുറിച്ച് എന്താ, അത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ അതിനെ കുറിച്ച്? കാരണം നമ്മൾ ഇന്നിപ്പോ ഇവിടെ കുട്ടികൾ ഒത്തിരി പേര് ഒരു ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പിള്ളേർ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്നുണ്ട്. കാരണം ഇവിടുന്ന് കുട്ടികൾ തിരിച്ചു പോകുന്നുണ്ട്. പ്രവാസികളും ഒരുപാട് പേര് റിട്ടയർമെന്റ് ലൈഫൊക്കെ അവിടെ പോയി നാട്ടിൽ പോയി അവര് പിന്നെ എന്താ നാട്ടിൽ ജീവിതം ആസ്വദിക്കുന്നവരും ഉണ്ട്. എന്നാലും അവരുടെ കൂട്ടത്തിൽ വരുന്നവരുടെ എണ്ണവും ഉണ്ട് സാറ് പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ അതിനെ കുറിച്ച് സാറിന് എന്താണ് അതിന്റെ ഒരു ഇത്? ഞാൻ 2 വർഷം മുമ്പ് കാനഡ പോയിരുന്നു. ആ പോകുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ഒരു ഏജൻസി, സാന്റാമോണിക്ക എന്ന് പറയുന്ന ഏജൻസി ഒരു സമയത്ത് കാനഡയിലേക്ക് കൊണ്ടുപോയത്, ഒറ്റ ട്രിപ്പിന് കൊണ്ടുപോയത് 7000 ചില്ലാനും പേരെയാണ്. അതുപോലെ വേറെ ഏജൻസികളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഈ കാനഡയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പം ആ കുട്ടികൾ ഇവിടെ വന്നിട്ട് ഈ ബേസ്മെന്റിലൊക്കെ താമസിക്കുകയും അങ്ങനെ മറ്റ് പലയിടത്തും പോയി ജോലി ചെയ്യുകയും ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചൊക്കെയാണ് അവര് ജീവിക്കുന്നത്. അങ്ങനെ പഠിച്ചൊക്കെയാണ് ഒരു ജീവിതം കരിപ്പിടിപ്പിക്കുന്നത്. ഒരു ജീവിതം പിന്നെ ഇവിടെ അന്യനാട്ടിൽ വന്നിട്ട് അവര് ഒരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്വയം പര്യാപ്തത്തിലേക്ക് വരാൻ എടുക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ നേരിട്ട് കഷ്ടപ്പാടുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഞാൻ ടാൻസാനിയയിൽ പോയി. ഒരു ടൂറായിട്ട് പോയതാണ്, പാക്കേജ് ആയിട്ട് പോയതാണ്. അവിടെ നമ്മള് പിന്നെ ഈ ഞങ്ങൾ പോയത് ടാൻസാനിയയിലായതുകൊണ്ട് ശരംഗെട്ടി എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കില് ഒരു 3 ദിവസം അവിടുത്തെ ടെന്റൊക്കെ അടിച്ച് കാട്ടിൽ പോയി കാട്ടുമൃഗങ്ങളെയൊക്കെ കണ്ട് അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു സംഭവമാണ് ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ടാൻസാനിയയും കെനിയയും അടുത്തടുത്ത സ്റ്റേറ്റുകളാണ്. അപ്പം ഈ നാഷണൽ പാർക്ക് ടാൻസാനിയയിലുള്ളതിന്റെ പേരാണ് ശരംഗെട്ടി. അപ്പോൾ മറ്റേടത്തുള്ളതിന് മസായിമാരാന്ന് പറഞ്ഞു. മസായിമാരായിലുള്ള കാലാവസ്ഥയും പിന്നെ മഴ പെയ്യുന്ന സമയമൊക്കെ വ്യത്യാസമാണ് ഈ പറയുന്ന ശരംഗെട്ടി നാഷണൽ പാർക്കിലും. 2 വർഷത്തിൽ 2 2 സമയത്താണ് മഴ പെയ്യുകയും പുല്ല് കിളുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മസായിമാരയില് പിന്നെ അതായത് കെനിയയില് അവിടത്തെ പുല്ലെല്ലാം തീർന്നു കഴിയുമ്പോഴത്തേക്കും അവർ വരൾച്ച ബാധിച്ചു കഴിയുമ്പോഴേക്കും ആ സമയത്ത് കെനിയയിൽ ഈ ടാൻസാനിയയിലെ കാട്ടില് മഴയെല്ലാം പെയ്തിട്ട് അവിടെ പുല്ലെല്ലാം കിളിർക്കും. അപ്പൊ ഈ മൃഗങ്ങളെല്ലാം അവിടുത്തെ പുല്ലെല്ലാം തീർന്നു കഴിയുമ്പം പുല്ല് തിന്നുന്ന മാനുകളും കാട്ടുപോത്തുകളും ഈ വിൽഡ് ബീസ്റ്റ് എന്ന് പറയുന്ന എസ്കപ്പെട്ട് കിടക്കെ കുതിരമാൻ എന്ന് വിളിച്ച ഒരു കുതിരയുടെയും പിന്നെ പോത്തിന്റെ കാട്ടുപോത്തിന്റെയും കൂടെ ഏതാണ്ട് ഒരു ഷേപ്പുള്ള മിക്സ് ആയിട്ടുള്ള ഒരു ജീവിയുണ്ട്, ധാരാളമായിട്ടുണ്ട് അവിടെ.
അപ്പൊ അങ്ങനെയുള്ള ജീവിവർഗങ്ങളെല്ലാം പുല്ല് തിന്നുന്ന സസ്യങ്ങൾ തിന്നുന്ന ജിറാഫ്, അതുപോലെയൊക്കെ ഉള്ള സീബ്ര, ഇങ്ങനെയുള്ള ഈ മൃഗങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് പോരും. ഇവിടുത്തെ പുല്ല് തീരുമ്പോൾ അവര് അങ്ങോട്ടേക്കും പോകും. അത് പിന്നെ മൃഗസഞ്ചയം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ബുക്കിൽ പറയുന്നുണ്ട്, അന്ന് ഈ ബ്രിട്ടീഷുകാര് അവിടെ ഈ റെയിൽവേ ലൈനൊക്കെ വലിച്ച് മരങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പിന്നെ ആഫ്രിക്കക്കാരതൊക്കെ ഉപേക്ഷിച്ചു. അപ്പോൾ ഈ ഒരു ട്രെയിനിന് 6 ദിവസം നിർത്തിയിടേണ്ടി വന്നു. പറ്റമായിട്ട് ഈ വിസ്റ്റ് കുതിരമാൻ ഇങ്ങനെ പോവുകയാണ്. പറ്റമായിട്ട് പോകുന്നതാണ്, വലിയ വലിയായിട്ട് പോകുന്നതല്ല, കൂട്ടത്തോടെ. ദശലക്ഷക്കണക്കിനാണ് ഇത് പോകുന്നത്. അപ്പൊ അങ്ങനെ അതിനാണ് നമ്മൾ ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തമാശയായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ സസ്യബുക്കുകളായിട്ടുള്ള ഈ മൃഗങ്ങൾ അങ്ങനെ പോകുമ്പോൾ മാംസബുക്കുകളായ മൃഗങ്ങൾക്കും കൂടെ പോകാതിരിക്കാൻ വയ്യ. അവരിവിടെ നിന്ന് പട്ടിണിയായി പോകും. അതുകൊണ്ട് ഈ മാനിനെ പിടിച്ചു തിന്നുന്ന, കാട്ടുപോത്തിനെ പിടിച്ചു തിന്നുന്ന സിംഹവും കടുവയും ഒക്കെ ആ കൂടെ പോകും. അവര് പിടിച്ചു നിന്നിട്ട് ബാക്കി വരുന്ന, അവരൊരു കാട്ടുപോത്തിനെ പിടിച്ച കുറച്ച് ബാക്കിയൊക്കെ ഇട്ടിട്ട് അല്ലേ പോവുള്ളൂ. അത് തിന്നുന്ന ഹയന, കുറുനരി, അതുപോലെയുള്ള എല്ലാരും അതിനെ പുറകെ പോകും. അതിനുശേഷം കഴിയുമ്പോൾ അതുപോലെയുള്ള ഈ മാംസബുക്കായ പക്ഷികൾ പോലും അവർക്കും വിടുന്ന പട്ടിണിയാകല്ലേ, അവര് പോകും. അങ്ങനെ ഈ പിന്നെ പുല്ല് തിന്ന് ജീവിക്കുന്ന ആ മൃഗങ്ങളോടൊപ്പം ഈ പറയുന്ന ഹിംസ്ര ജന്തുക്കളും അങ്ങനെ പോവുകയാണ്. അതുപോലെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ പറയുന്ന UK-യിലും കാനഡയിലും അയർലൻഡിലും അമേരിക്കയിലും ഒക്കെ വരുന്ന ഒരു ജോലി തേടി, ഒരു ഉപജീവന മാർഗം തേടി വരുന്ന കുട്ടികളാണ്. അവരിങ്ങനെ ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടെയൊക്കെ ഒരുവിധം പിടിച്ചു നിൽക്കാറാകുമ്പോൾ ഒരുവിധമൊക്കെ ജീവിതത്തെയൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി വരുമ്പോഴേക്കും അവരെ കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്, അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന മതത്തിന്റെ ആളുകൾ. ഇപ്പം കത്തോലിക്കരായിട്ടുള്ള വൈദികര്, പിന്നെ പൂജാരിമാര്, സന്യാസിമാര്, ഈ അതുപോലെ തന്നെ ഇസ്ലാം മതത്തിന്റെ ഉസ്താദുമാരൊക്കെ ഇന്ന് പോരുകയാണ്. അവര് മെയ്യനങ്ങാതെ ഈ പറയുന്ന അധ്വാനിക്കുന്ന ആളുകളുടെ പങ്ക് വെച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആ കഥയാണ്. അതുകൊണ്ട് കുടിയേറ്റക്കാരായിട്ടുള്ള കുട്ടികൾ ജാഗ്രതയുള്ളവരായിരിക്കണം എന്നാണ് അന്ന് പറഞ്ഞത്. സാറിന്റെ US സന്ദർശനം, ഇപ്രാവശ്യത്തെ US സന്ദർശനം എന്ന് പറയുമ്പോഴത്തേനും എസൻസ് ഫെസ്റ്റ് USA 26 എന്നുള്ള ആ ഒരു ഇതിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു സ്വതന്ത്ര ചിന്ത സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ജനാധിപത്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടാണ് US എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. ഒരു പാശ്ചാത്യ സമൂഹത്തിൽ, ഒരു വെസ്റ്റേൺ കൾച്ചറിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന പുതിയ തലമുറയോട്, ഒരു ചിന്തകൻ എന്നുള്ള ഇവിടുത്തെ പുതിയ തലമുറയോട് ഒരു സാറിന് എന്താണ്, ഈ രണ്ട് നാടിന്റെയും ഒരു ഇത് വെച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അതായത് ഈ നമ്മളെ ഈ മതവിശ്വാസം എന്ന് പറയുന്നത്, അത് പണ്ട് മതങ്ങളൊക്കെ ഉണ്ടായത് ഈ രാജാക്കന്മാർക്ക് ഒരു ജനക്കൂട്ടത്തെ ഇങ്ങനെ ഭരിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം ഒരു വിശ്വാസത്തിന് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആളുകൾക്കെല്ലാം ഇങ്ങനെ ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വാസമുള്ള ഗോത്രങ്ങളൊക്കെയാണ്. ആ ഗോത്രങ്ങളിൽ പല ദൈവങ്ങൾ, പല ആരാധനാമൂർത്തികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ എല്ലാം കൂടെ സമന്വയിപ്പിച്ച് ഒരു വിശ്വാസത്തിന്, ഒറ്റ വിശ്വാസത്തിന്റെ കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ആളുകളെ അടിമകളാക്കി ഭരിക്കാണ് പോകുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ അടിമകളാക്കുന്ന ഒരു പ്രക്രിയയാണ്. ചെറുപ്പം മുതലേ ഇങ്ങനെ ഓതിക്കൊടുത്ത് അങ്ങനെ ഒരേ മട്ടിലാക്കിയിട്ട് അവരെ അനുസരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം രാജാക്കന്മാരിങ്ങനെ ഈ അങ്ങനെ രാജഭരണം, രാജവാഴ്ചകളൊക്കെ ആരംഭിക്കുന്ന നമ്മുടെ മാനവ സംസ്കാരത്തിന്റെ കാലങ്ങളിൽ അന്ന് ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് ഈ മതങ്ങൾ. മറ്റത് ചെറിയ ഗോത്രങ്ങൾ അങ്ങനെ ഒരു രൂപം കാണും, അവർക്ക് ദൈവം കാണാം. അതായത് പല ഗോത്രങ്ങളെല്ലാം ഏകീകരിച്ച് ഒരു വിശ്വാസത്തിന് കീഴിൽ ആക്കിയാൽ പിന്നെ അവിടെ നിന്നോളും. അതുകൊണ്ടാണ് നമ്മളെ ആക്രമിക്കുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ വിദേശികളൊക്കെ വരുമ്പോൾ അവരുടെ മതം നമ്മളെ അടിച്ചേൽപ്പിക്കുന്നത്. ഇപ്പം പിന്നെ ടിപ്പു സുൽത്താൻ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വടക്കേ മലബാറിൽ മുഴുവനും മതം മാറ്റിയെടുത്തു. അങ്ങനെയാണ് അവിടെ മുസ്ലിങ്ങൾ അങ്ങനെ ആയത്. കാരണം എന്താണ്? ടിപ്പു മുസ്ലിമാണ്, ഇസ്ലാമത്തിലുള്ളതാണ്. ഇസ്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂടെ നിൽക്കും. ഒരിക്കലും പിന്നെ ആ രാജാവിന്, ആ ആളിന്, ഭരണകർത്താവിന് എതിരാകുകയില്ല. ഇപ്പം ബ്രിട്ടീഷുകാർ വരുമ്പോഴും മറ്റ് യൂറോപ്യൻസ് ഒക്കെ ഏതെങ്കിലും രാജ്യത്ത് പോയി അവരെ അവിടെ കോളനി സ്ഥാപിക്കുമ്പോൾ, അവിടുത്തെ ഭരണകർത്താക്കളാകുമ്പോൾ അവരുടെ മതം അവിടെ അടിച്ചേൽപ്പിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ക്രിസ്ത്യാനികൾ ഒരിക്കലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായില്ല. വളരെ അപൂർവം വരെ ആയിട്ടുള്ളൂ. ക്രിസ്തീയ സഭ, കത്തോലിക്ക സഭ എപ്പോഴും ഇവിടുത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് അനുകൂലമായിരുന്നു. ഒരിക്കലും സ്വാതന്ത്ര്യ സമരത്തിന്റെ വക്താക്കളാവുകയോ ഗാന്ധിജിയെ കണ്ടാൽ കുരിശി പിടിച്ച് കുർബാന കാണണം
അല്ലെങ്കിൽ അങ്ങനത്തെ പാപമായിട്ടാണ്, വലിയ പാപമായിട്ടാണ് അന്ന് കരുതിയിരുന്നതും വിശ്വാസികളെ പറഞ്ഞ് ഭരിച്ചിരുന്നത്. അപ്പോൾ അത് ഈ മതം എന്ന് പറയുന്നത് പറഞ്ഞു വന്ന ഇതാണ്, ഈ രാജാക്കന്മാർക്ക് അവരുടെ വാഴ്ച ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു. ഇപ്പോൾ നമ്മൾ ജനാധിപത്യമാണല്ലോ, ജനാധിപത്യത്തിലും അതാണ് നമ്മളിപ്പോൾ പിന്തുടരുന്നത്, ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ. ഈ മതത്തിന്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ മതത്തിന്റെ ഒരു ചായ്വില് ജാതി അതൊക്കെ പറഞ്ഞിട്ടാണ് വോട്ട് തേടുന്നത്. അതനുസരിച്ച് ഓരോ മതത്തിൽ പിന്നെ ജാതി ഈ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തുകയൊക്കെ ചെയ്യുന്ന ആളുകൾ വോട്ട് മന്ത്രിമാരെ നിയമിക്കുന്നതും. കഴിവുള്ളവരെ അല്ല, എല്ലാം വീതം വെച്ചൊക്കെ അങ്ങനെ അടിസ്ഥാന മതം തന്നെയാണ്, ജാതി മതമൊക്കെയാണ്. ശരിക്കും അതെങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരാഞ്ഞിട്ടാണ്. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നമ്മളൊരു പ്രജകളായിട്ട് തുടരുകയാണ്. രാജാവിന്റെ കാലത്തെ ഒരു പൗരനെ നമ്മൾ പ്രജയെന്നാണ് വിളിക്കുന്നത്. ജനാധിപത്യ കാലത്ത് പ്രജയാണോ നമ്മൾ, അല്ലല്ലോ പൗരനല്ലേ. അപ്പം പൗരന്മാരായിട്ട് നമ്മൾ മാറിയിട്ടില്ല. ഇന്ത്യയിലെ ജനങ്ങള്, കേരളത്തിലെ ജനങ്ങളൊന്നും മാറിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും മതം അവിടെ ഈ ഭരണത്തിലൊക്കെ അതീശത്വം വെച്ച് പുലർത്തുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ആധുനിക പൗരന്മാരാവണം, എന്നാലേ ജനാധിപത്യം ദുഷ്കരമാവുള്ളൂ. അതുകൊണ്ട് വരും തലമുറയെ ആ കാര്യമൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കുക എന്നുള്ള ചരിത്രപരമായ ഒരു ബാധ്യത എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എസൻസ് ഫെസ്റ്റിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അമേരിക്ക വന്നത്. അപ്പം ഈ യുവജനങ്ങള് ആധുനിക പൗരന്മാരായിട്ട് മാറണം. സ്വതന്ത്ര ചിന്താഗതി അവര് ആ സ്വതന്ത്ര ചിന്താഗതിയുടെ മാർഗത്തോടെ നടക്കണം. അങ്ങനെ ആയാലേ നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം പിന്നെ ജനാധിപത്യത്തിന്റെ രീതിയിലേക്ക് വരുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയിട്ട് പിന്നെ യുവാക്കളെ ഒക്കെ അവർക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അവർക്കൊരു ആവേശമാവുക. സാറിനോട് ഒരു പേഴ്സണൽ ചോദ്യം ചോദിക്കുകയാണ്. സാറ് സഭയോട് ക്ഷമിച്ചോ? അങ്ങനെ ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സഭ എന്നൊക്കെ പറയുന്നത് എന്റെ കത്തോലിക്ക സഭ, അത് അവര് ഇങ്ങനെ പിന്നെ ആളുകളെ കൊണ്ട് ജീവിക്കുന്ന അവസരവാദി, എല്ലാ കാലത്തും അവസരവാദികളായിട്ടുള്ള, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്നതിന് വരെ അവരോടെയായിരുന്നു കത്തോലിക്ക സഭ നിലകൊണ്ടത്, അവരുടെ പക്ഷത്തായിരുന്നു. അവര് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഭരണത്തിൽ വന്ന ദേശീയ ആയിട്ടുള്ള നേതാക്കന്മാരോട് കൂടി. അപ്പോൾ അവസരത്തിനൊത്ത് മാറുന്നവരാണ് അവര് പൗരാണികമായിട്ടുള്ള ഒരു കഥയെ കൂട്ടുപിടിച്ചുകൊണ്ട് അങ്ങനെ ഇന്നും ജീവിച്ചു പോരുന്ന ജനങ്ങളെ ഇങ്ങനെ ഇപ്പോഴും ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് അവരങ്ങനെ തുടരുകയാണ്. ഈ ബാല്യത്തിൽ തന്നെ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനോബലമൊക്കെ നശിപ്പിച്ചു കളയാണ് അവര്. എല്ലാ മതങ്ങളും ചെയ്യുന്നത് തന്നെയാണ്. അതായത് ഇങ്ങനെ ചെയ്താൽ നമ്മളെല്ലാം നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രിതാവായ ദൈവമുണ്ട്. ആ ദൈവത്തിന് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് അത് കിട്ടും, ഇത് കിട്ടും. പ്രാർത്ഥിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊതിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ തലച്ചോറൊക്കെ വളരുന്ന സമയത്ത് തന്നെ നമ്മുടെ കുട്ടികളെ മനോരോഗികളാക്കുകയാണ്. മനോരോഗികളാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതിഭ്രംശത്തിന്, അതായത് ചിത്തഭ്രമത്തിന് പിന്നെ അങ്ങനെ മാറ്റുവാണ്. അപ്പോൾ അങ്ങനെ മനോബലം നഷ്ടപ്പെട്ട് ആളുകളാണ്. അവർക്ക് പിന്നെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റിയല്ല, ഈ പറയുന്ന ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റിയല്ല. എന്നാലേ അവർക്ക് ഈ പറയുന്ന നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ മതങ്ങൾ കെടുത്തിക്കളഞ്ഞ മനോവീര്യം തിരിച്ചു കിട്ടും. അപ്പം പ്രാർത്ഥിച്ചാൽ ചിലർക്കൊരു ആശ്വാസം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ രോഗത്തിനൊരു ആശ്വാസം. മരുന്ന് കഴിച്ചാൽ നമുക്ക് നമ്മുടെ രോഗത്തിന് ആശ്വാസം കിട്ടുകയല്ലേ എന്ന് പറയുന്നത് പോലെ ചെറുപ്പത്തിലെ ഈ മതങ്ങൾ തല്ലിക്കെടുത്തിയ ഈ മനോബലത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് തന്നെ നേർച്ച കാഴ്ചകള്, പ്രാർത്ഥനകളെല്ലാം കൊടുക്കുന്നത്. അങ്ങനെ ജനങ്ങളെ രോഗികളാക്കി അവരെ കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന മതത്തിന്റെ എല്ലാം പുരോഗതി വർഗം. നമ്മൾക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുന്നെയാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഓരോ മതത്തിന്റെയും ലേബലാക്കുന്നത്. അതായത് ക്രിസ്ത്യനോ ഇസ്ലാമോ അല്ലെങ്കിൽ ഹിന്ദുവോ നമുക്കറിയില്ലല്ലോ. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെ ആക്കുന്നു. നമ്മൾ അതിൽ വളർന്നു വരുന്നു. എന്നിട്ട് കഠിന വിശ്വാസിയായിട്ട് നമ്മൾ അതിൽ വളർന്നു വന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നു. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നമ്മളുടെ ചുറ്റുമുണ്ട്. ഈ എക്സ്പീരിയൻസ് ആണോ ആൾക്കാരെ ഇതിൽ നിന്ന് ഇങ്ങനെ മാറ്റുന്നത്? അങ്ങനെയൊന്നും വിടാൻ പറ്റുകയില്ല. അപ്പൊ എനിക്ക് കുറച്ച് ജീവിതത്തില് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ടൊന്നും എന്റെ ദൈവവിശ്വാസത്തെ ഇല്ലെന്നാക്കാൻ പറ്റുകയില്ല. അത് തലച്ചോറിൽ ഉറച്ചുപോയൊരു സംഗതിയാണ്. ഞാൻ അതിൽ നിന്ന് മോചിതനായത് എനിക്കിങ്ങനെ വൈദികരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു മതക്കാരിൽ നിന്നോ ഒരു ദുരനുഭവം ഉണ്ടായതുകൊണ്ടൊന്നുമല്ല. ഞാനതിന് ശേഷം ചിന്തിച്ച് മനനം ചെയ്ത് എന്നിൽ ചെറുപ്പത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ആ മതത്തിന്റെ രോഗാണുക്കളെ ഞാനിങ്ങനെ തലയിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ മനസ്സിൽ നിന്ന് പറിച്ചതുകൊണ്ടാണ്. അത്
അത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. അത് സാധാരണക്കാരെ കൊണ്ട് പറ്റുകയില്ല. അതുകൊണ്ട് മതത്തിന്റെ വഴിയിൽ ജീവിച്ചു വന്ന ഒരാൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഈ മതപഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കത്തോലിക്ക സഭയൊക്കെ പറഞ്ഞ മതപഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ പരിശീലനം എന്നാണ് അതിന് പറയുന്നത്. വേദപാഠ ക്ലാസ്സുകൾക്കൊക്കെ പറയുന്നത് വിശ്വാസ പരിശീലനം, ട്രെയിനിങ് ആണ്. വിശ്വാസം ട്രെയിൻ ചെയ്തുണ്ടാക്കുന്നതാണ്. ഒരു കാര്യം ഇല്ലാത്ത കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഇല്യൂസറി ട്രൂത്ത് എഫക്റ്റ് ഉണ്ടാവും. ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് വരും. അങ്ങനെ നമ്മളെ ഇല്ലാത്ത കാര്യം ഉണ്ടെന്നുള്ള അതിനല്ല നമ്മൾ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് തോന്നുന്നതിനാണ് മതിഭ്രമം എന്ന് പറയുന്നത്, മനോരോഗം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു മനോരോഗത്തിലേക്ക് വരുത്തി വെക്കുകയാണ്. അതിൽ നിന്ന് മോചനം കിട്ടാൻ ഭയങ്കര പാടാണ്, വളരെ വിഷമമാണ്. ഞാനൊക്കെ എത്രയോ യുദ്ധം ചെയ്തിട്ടാണ്, എന്നോട് തന്നെ മല്ലടിച്ചിട്ടാണ് വിശ്വാസത്തിന്റെ ഈ വിഷാണുക്കളെ ഞാൻ പുറത്താക്കിയത് ഞാൻ വിചാരിക്കുന്ന കേട്ടോ. ഇപ്പൊ അതുകൊണ്ട് എനിക്കുണ്ടായ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. വിശ്വാസം എന്ന് പറഞ്ഞാലും അതൊരു ചങ്ങലയാണ്. നമ്മളെ മനസ്സിനെ, നമ്മുടെ തലച്ചോറിനെ ചെറുപ്പത്തിലെ വരിഞ്ഞു മുറുക്കുന്ന ഒരു ചങ്ങലയാണ്. അതിൽ നിന്ന് മോചനം പ്രാപിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എനിക്കറിയാം. അതിന് പിന്നീട് നമുക്ക് എന്തെങ്കിലും സമയലാഭമുണ്ട്, എത്ര പണലാഭമുണ്ട്. ഈ പറഞ്ഞ ആളുകൾക്കൊന്നും നമുക്ക് പണം കൊടുക്കേണ്ടി വരുന്നില്ല. ഇങ്ങനെ ഈ ഉരുക്കഴിച്ച പ്രാർത്ഥന ജോലി നമ്മുടെ സമയം മെനക്കെടുത്തേണ്ടതില്ല. നമ്മൾ പിന്നെ വളരെ ആഹ്ലാദചിത്തരായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ആഹ്ലാദചിത്തരായി ജീവിക്കുന്ന അമേരിക്കയിലെ യുഎസിലെ ആളുകളോടൊപ്പം ചേരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് അനുഭവിച്ചവർക്ക് അറിയത്തുള്ളൂ. ഇത് ചിലർക്ക് ഈ വിശ്വാസം എന്ന രോഗം കൂടുതലാണ്, ഭക്തി എന്ന രോഗം കൂടുതലാണ്. അവർക്ക് ഈ പറഞ്ഞ ചെറിയ പ്രാർത്ഥന ഒന്നും പോരാ, അവർക്ക് വലിയ വലിയ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്യേണ്ടി വരും. ഞങ്ങളുടെ നാട്ടില്, കേരളത്തില് ഒരു കൃപാസനം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്. കൃപാസനം മാസിക അരച്ചു കുടിച്ചു കഴിഞ്ഞാൽ ഗർഭം ഉണ്ടാകുന്നൊക്കെയാണ് അവർ പറയുന്നത്. രോഗം ഭേദമാകാൻ, ക്യാൻസർ ഭേദമാകാൻ അതൊക്കെ അരച്ചവിടെ തേച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഉള്ള അന്ധവിശ്വാസത്തിന്റെ അങ്ങേ അറ്റത്ത് കേരളത്തിലെയൊക്കെ ക്രൈസ്തവ വിശ്വാസത്തിലൊക്കെയാണ്. ഇവിടെയും ഒത്തിരി പള്ളികളായാലും അമ്പലങ്ങളായാലും നമ്മളുടെ നാട്ടിലില്ലാത്ത ഒരുപാട് ആചാരങ്ങൾ ഇവിടെയും പുതിയതായിട്ടൊക്കെ ഉടലെടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത പല ആചാരങ്ങളും ഇവിടെ കാണുന്നുണ്ട്. അത് കേരളത്തിലേക്കാളും കൂടുതൽ ഈ ഇവിടെ വിശ്വാസത്തിന് ഒരു കാഠിന്യം ഞാൻ കണ്ടത് ഇവിടത്തെ ആളുകൾക്കാണ്. മലയാളികൾ ഇവിടെ വരുമ്പോൾ അവര് കൂടുതൽ ശരിക്കും ചെയ്യേണ്ടത് ഇവിടുത്തെ ആളുകളുമായിട്ട് ഇണങ്ങി, ഇവിടുത്തെ ഒരു സംസ്കാരവുമായിട്ട് ഇണങ്ങി, നമ്മുടേതായിട്ടുള്ള ഒരു എന്താണ് അവർക്ക് ഒരു കൊടുക്കൽ, നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു കൊടുക്കൽ വാങ്ങൽ എന്നല്ല, അവരോടൊപ്പം ചേർന്ന് ഇവിടുത്തെ സംസ്കാരത്തെ, ഇവിടുത്തെ പാരമ്പര്യത്തെ അല്ലെങ്കിലൊക്കെ നമ്മൾ പുഷ്കലമാക്കാന്നുള്ളതാണ്. അതിന് പകരം നമ്മൾ ഇവിടുത്തെ ആളുകളോട് ചേരാതെ നമ്മുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തെരുവിലൊക്കെ ഇറക്കി പ്രദക്ഷിണവും അതുപോലെയുള്ള പരിപാടികളുമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഈ യൂറോപ്പിലെയും അമേരിക്കയിലെയൊക്കെ ആളുകളെ ദ്രോഹിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും ഇവിടെയൊക്കെ വരുമ്പോൾ ഇവിടുത്തെ കൾച്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ചുകൂടെ നമ്മുടെ ആളുകളെക്കാൾ കുറച്ചുകൂടെ പുരോഗമന ചിന്താഗതിയുള്ളവരാണെന്നൊക്കെയാണ് നമ്മുടെ യൂറോപ്പിലുള്ളവരും അമേരിക്കയിലുള്ളവരും എന്നൊക്കെ ആയിരുന്നു വെപ്പ്. അപ്പൊ അവരോടൊപ്പം ചേർന്ന് കൂടുതൽ ആധുനിക പൗരന്മാരായിട്ട് മാറുന്നതിന് പകരം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇരുളടഞ്ഞ ആചാര സംസ്കൃതിയെല്ലാം കൂടുതൽ ഇവിടെ കൊണ്ടുവന്ന് കൂടുതൽ പുഷ്കലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അതൊക്കെ ചെയ്യുന്നത് നമ്മൾ പിന്തിരിഞ്ഞ് നടക്കുന്നതിന്റെ ഒരു വലിയ, നമ്മൾ അവരോടൊപ്പം ചേർന്നിട്ട് അവരുടെ ഇവിടെ ഒരു നമ്മുടേതായ സംഭാവന ഇവിടത്തെ ഒരു കമ്മ്യൂണിറ്റിക്ക് സംസ്കാരത്തിന് കൊടുക്കേണ്ടത്. അല്ലാതെ ഇവരിങ്ങനെ സമാധാനപൂർണ്ണമായിട്ട് അവരുടേതായിട്ടുള്ള രീതിക്ക് കുറച്ചുകൂടെ നമ്മളെക്കാളും സ്വാതന്ത്ര്യത്തോടുകൂടി അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താഗതി ജീവിക്കുമ്പോൾ ഈ പറഞ്ഞ പഴമയും അതുപോലെയുള്ള കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്ന് അവരുടെ മുമ്പാകെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സ്വസ്ഥ ജീവിതത്തിന്, സ്വൈര്യ ജീവിതത്തിന് തടസ്സമായിട്ട് വരുമ്പോൾ ആരും പ്രതികരിച്ചു പോകും. നമ്മുടെ നാട്ടിലാണെങ്കിൽ വിദേശികളോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനക്കാർ പോലും വന്ന് അങ്ങനെ ചെയ്താൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇവരൊക്കെ എത്രയോ സഹിഷ്ണുത ഉള്ളവരായതുകൊണ്ടാണ് ഇതൊക്കെ ക്ഷമിക്കുന്നത്. ഇത്രയും വർഷം നമ്മൾ സഹിക്കുന്നത്. അതെ, എന്ത് നല്ല പേരാണ് സാർ, ജോസഫും സലോമിയും. ആ പേര് പറയാതെ ഓർക്കാതെ പോകാൻ പറ്റത്തില്ല. എപ്പോഴാ ഈ സലോമിയെ സാറ് വീട്ടുകാര് തേടി തന്നതാണോ അതോ സാറ് തേടിയെടുത്തതാണോ? വീട്ടുകാരെ തേടിത്തന്നാന്ന് പറയാൻ പറ്റില്ല. ഞാൻ തന്നെ ഒരു കല്യാണ ദല്ലാളിനോട് പറഞ്ഞിട്ട് പോയി കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടെടുത്തതാണ്. എന്തൊരു നല്ല പേരല്ലേ സലോമി എന്നുള്ള പേര്. അത് പഴയ നിയമത്തിലൊരു പേരല്ലേ സലോമി എന്നുള്ളത്? അത് പുതിയ നിയമത്തിലെ പേരാണ് സലോമി എന്നുള്ള പേര്. ഒരു സപ്പോർട്ടായിട്ട് എത്രയോ വർഷം സാറിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ആ പേര് സാറിനെ ഓർക്കുമ്പോ സലോമി എന്നുള്ള പേര് ഓർക്കാതെ പോകാൻ പറ്റത്തില്ല.
സാറിന് രാഷ്ട്രീയമുണ്ടോ? സാറിന്റെ രാഷ്ട്രീയം എന്താണ്? ഞാൻ ചെറുപ്പത്തില് ഞങ്ങളുടെ നാട്ടില് പല മീനച്ചിൽ താലൂക്കിലുള്ള ക്രിസ്ത്യാനികളാണ് കൂടുതലും അവിടെ. ഞങ്ങളുടെ നാട്ടിലത്തെ പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികള് കോൺഗ്രസും കേരള കോൺഗ്രസും ഒക്കെ. പിന്നെ വലുത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില പിന്നെ ചെത്തുതൊഴിലാളി യൂണിയനും അതുപോലെയൊക്കെ ഉള്ളത് എന്റെ ബാല്യകാലത്തൊക്കെ അവിടെ ഉണ്ടായി. ഞാനങ്ങനെ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഈ ഒരു മാനവികത നമ്മളിൽ ഉണ്ടായതുകൊണ്ട് ഈ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണണം എന്നൊക്കെയാണ്. അത് മറ്റു മനുഷ്യരും കൂടെ നന്നായിട്ട് നമ്മൾ നന്നായാൽ മതി, എല്ലാവരും ഒരുമിച്ച് നന്നാകണം എന്നുള്ളൊരു സമത്വ ബോധമൊക്കെ എന്നിൽ ഈ ഹൈസ്കൂൾ പഠനകാലത്ത് തന്നെ ഉണ്ടായിട്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ദർശനം അങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിട്ട് തുടരുകയാണ് ചെയ്തത്. ഒരിക്കലും ഞാൻ പക്ഷേ പാർട്ടിയിൽ അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കൊന്നും പോയിട്ടില്ല. പക്ഷെ അത് ചെയ്യാതിരുന്ന എനിക്കൊരു സ്വാതന്ത്ര്യബോധം എന്നിൽ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഒരു പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്റെ ഒരു സ്വാതന്ത്ര്യത്തിന് അതൊരു വിഘാതമായിട്ട് വരും. കാരണം പാർട്ടിയുടെ നയമനുസരിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാൻ ഒക്കുള്ളൂ, അഭിപ്രായം പറയാൻ ഒക്കുള്ളൂ. അതുപോലെയുള്ള ഒരു അസ്വാതന്ത്ര്യത്തെ ഞാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഒരിക്കലും പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി കമ്മ്യൂണിസവും ഈ പറയുന്നത് പോലെ ഒരു മതമാണ്, അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു മതമാണ്. അല്ലാതെ അത് ഏകാധിപത്യത്തിലേക്ക് നീങ്ങും. അതായത് അധികാരം പിടിച്ചെടുക്കാൻ രാജാക്കന്മാരുടെ മക്കൾക്ക് രാജാവാൻ പറ്റൂലോ, അല്ലെങ്കിൽ അവർ മറ്റു മതങ്ങളെ ഉപയോഗിച്ച് പിന്നെ ആ മതം പറഞ്ഞ രാജാവാകും, ഭരണകർത്താക്കളാകും. എന്ന് പറഞ്ഞാൽ ഭരണകർത്താക്കളാകാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു മതം മാത്രമാണ്, ഒരു ദർശനം മാത്രമാണ് കമ്മ്യൂണിസം എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പിന്നെ ഈ ദൈവവിശ്വാസവും മതവിശ്വാസവും ഒക്കെ ഉപേക്ഷിക്കുന്നതോടൊപ്പമാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആദർശവും കമ്മ്യൂണിസ്റ്റ് ദർശനത്തോടുള്ള എന്റെ ആഭിമുഖ്യവും ഞാൻ ഉപേക്ഷിക്കുന്നത്. ഇപ്പോൾ ഞാൻ മനുഷ്യരുടെ സ്വതന്ത്ര ചിന്ത വളർത്തി അങ്ങനെ ആധുനിക പൗരന്മാരായിട്ട് വളർന്നിട്ട് നമുക്കൊരു ആധുനികമായിട്ടുള്ള ഒരു ലോകം സൃഷ്ടിക്കപ്പെടണം. ഇത് ഇങ്ങനെ നൂറ്റാണ്ടുകാലം പഴക്കമുള്ള അബദ്ധ വിചാരങ്ങളെ നമ്മളിപ്പോഴും താലോലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ശാസ്ത്രത്തിന്റെ മാർഗത്തിലൂടെ നമ്മുടെ ഭൗതിക ജീവിതം എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, സുഗമമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആധുനികമായിട്ടുള്ള എല്ലാ സുഖസൗകര്യങ്ങളും ശാസ്ത്രത്തിന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പോലും നമ്മൾ ജീവിക്കുന്നത് 2000 കൊല്ലം മുമ്പുള്ള അല്ലെങ്കിൽ അതിനേക്കാളും പഴക്കമുള്ള അല്ലെങ്കിൽ 1500 കൊല്ലം മുമ്പുള്ള ഒരു മാനസിക ജീവിതമാണ്. മാനസികമായ ഒരു അടിമ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. ആ അടിമ ജീവിതത്തിൽ നിന്ന് സ്വതന്ത്ര ജീവിതത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നെ പോലെയുള്ള എസൻസ് കോവിൽ പ്രവർത്തകരുടെ ലക്ഷ്യം. അവരോടൊപ്പം പങ്കുചേരാനാണ് ഇപ്പോൾ ഇവിടെ സന്തോഷം. അതെ. സാറിന് മനസ്സിൽ ബാക്കി നിൽക്കുന്ന ഏറ്റവും ശക്തമായ ഓർമ്മ എന്ന് പറയുമ്പോൾ അത് ഏതായിരിക്കും? അതിപ്പോ ഞാൻ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് ആളുകൾ എന്നെ ക്ഷണിച്ചതും എന്നോടുള്ള ഒരു അനുഭവം കൊണ്ടാണ്. അപ്പൊ എന്നോടുള്ള അവരുടെ ഒരു ഇഷ്ടം കൊണ്ട് എന്നെ വിളിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്നെ കാണാനും എന്നോട് പിന്നെ സംസാരിക്കാനും ഒക്കെയാണ് അവര് എന്നെ വിളിച്ചത്. ഞാൻ വന്നതും അവരോട് സംസാരിക്കാനും ഒക്കെയാണ്. കാരണം ഇവിടെയുള്ള ചില ആളുകളൊക്കെ എന്റെ പിന്നെ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ഇവിടെ ലീവിന് വന്നപ്പോഴും നാട്ടിൽ വരുമ്പോഴും ഒക്കെ കാണുകയും സാമ്പത്തികമായിട്ടും ഒക്കെ നല്ല സഹായമൊക്കെ ചെയ്ത ആളുകളുണ്ട് ഇവിടെ. അപ്പൊ അവരോടൊക്കെ കാണാനും അവരോടൊക്കെ നന്ദി അറിയിക്കാനും കൂടെ ഒക്കെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അല്ലാതെ ഇത് പ്രഭാഷണം നടത്തുക എന്നൊക്കെ ഉള്ളത് അത് സെക്കൻഡറി. ഇപ്പൊ സാറിന്റെ എഴുത്തൊക്കെ ഇപ്പൊ എവിടെ വരെയായി, എങ്ങനെയാണ് അതൊക്കെ എങ്ങനെ പോകുന്നു സാറ്? അതിനുശേഷം ബുക്ക് രചനയൊക്കെ എങ്ങനെയാണ്? ഞാൻ 4 ബുക്ക് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്റേതായിട്ട്. ഒന്ന് 2015 ഈ നല്ല പാഠങ്ങൾ എന്നുള്ള പിന്നെ പേരില് ഞാൻ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മൂല്യബോധന ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് അധ്യാപകർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ കുറിപ്പുകൾ ലഘുലേഖകളാണ് അങ്ങനെ ഒരു ബുക്ക് DC ബുക്സ് ആദ്യമായിട്ട് എന്റെ പേരിൽ പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെ 2020 അറ്റുപോകാത്ത ഓർമ്മകൾ പ്രസിദ്ധീകരിച്ചു. പിന്നെ 2022 ഭ്രാന്തന സ്തുതി എന്ന പേരിലൊരു ബുക്ക് പ്രസിദ്ധീകരിച്ചു. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ കുറച്ച് സഞ്ചാരമൊക്കെ നടത്തുന്നുണ്ട് രാജ്യങ്ങളൊക്കെ. പിന്നെ ക്ഷണിച്ചു കൊണ്ടുവന്ന ഇവിടെ. പക്ഷെ ഞാൻ ക്ഷണിക്കാതെയും നമ്മള് ടൂർ പാക്കേജും ഒക്കെ ആയിട്ട് പോകും. അങ്ങനെ ബാലിയിൽ പോയതിനെ കുറിച്ചൊരു ബാലി വിലാസം സഞ്ചാര കഥ, അത് DC ഇങ്ക് എന്നുള്ളൊരു വെബ് പോർട്ടലിൽ ആദ്യം പ്രസിദ്ധീകരിച്ചു. പിന്നെ ജനുവരിയിൽ അത് ബുക്കായിട്ട് ബാലി വിലാസം സഞ്ചാര കഥ ആ പേരില് ഇറങ്ങിയിട്ടുണ്ട്. ബുക്കുകൾക്ക് എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എഴുതാൻ എനിക്ക് ചെറിയ മടിയുണ്ടെന്നുള്ളത് വാസ്തവമാണ്.
പിന്നെ ഒരു സഞ്ചാരവും യാത്ര ഇഷ്ടമാണ് സാറിന്. യാത്രയ്ക്ക് ഒത്തിരി കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. നല്ലൊരു സാഹസികമാണ് എല്ലാ യാത്രകളും. ഞാൻ ഇങ്ങോട്ട് പോരുന്ന 2 ആഴ്ച മുമ്പ് ചൈനയിൽ പോയി. ചൈനയിൽ പോയി, അതിനു മുമ്പ് ഉത്തരാഖണ്ഡ് പോയി, ഹൈദരാബാദ് പോയി. അങ്ങനെ അതൊക്കെ ഈ അടുത്ത കാലത്ത് നടത്തിയ യാത്രകളാണ്. അപ്പം യാത്ര ചെയ്യുന്നത് നമ്മൾ ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ലോകത്തുള്ളവരെല്ലാം ഒരേ ജീവിവർഗമാണ്. അതായത് ഒരേ സ്പീഷ്യസ് ആണ്, ഒരേ ജാതിയിൽപ്പെട്ടവരാണ്. അതിങ്ങനെ ആഫ്രിക്കയിലേക്ക് ഉത്ഭവിച്ച മനുഷ്യവംശം 2 ലക്ഷം വർഷമൊക്കെ പിന്നിടുമ്പോൾ പല രാജ്യങ്ങളിലൊക്കെ അകപ്പെട്ട് പല കാലാവസ്ഥയ്ക്കും ഒഴിപ്പെട്ട് പല രൂപമാറ്റങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരേ സ്പീഷ്യസ് ആണ്. ഒരേ സ്പീഷ്യസ് ആണെന്ന് ആദ്യം പറഞ്ഞത് ശ്രീപുത്രനാണ്. ഒരു ജാതി, മനുഷ്യന് ഒരു ജാതി മാത്രമുള്ളെന്ന്. അത് തന്നെയാണ് പിന്നെ ശ്രീനാരായണ ഗുരുവും പറയുന്നത്, ഒരു ജാതിയേ ഉള്ളൂ. അതായത് പുണർന്ന് പിറന്നതെല്ലാം ഒരു ജാതിയായിടും എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു സ്പീഷ്യസ് ആണെന്ന് അറിയുന്നതിന്റെ ഒരു ശാസ്ത്രകാരന്മാരെ അവലംബിക്കുന്ന തത്വം നമ്മൾ കേട്ടിട്ടുണ്ട്. കുതിരയും കഴുതയും ഇണചേർന്ന് കോവർ കഴുത എന്ന് പറഞ്ഞ ഒരു ജീവി ഉണ്ടാവും. പക്ഷെ കോവർ കഴുതയ്ക്ക് മക്കളുണ്ടാവുകയില്ല. അതുപോലെ സിംഹവും കടുവയും, ടൈഗറും ലയണും കൂടെ ഇണചേർന്ന ലിഗർ എന്ന് പറഞ്ഞൊരു ജീവി ഉണ്ടാവും. പക്ഷെ അവർക്ക് മക്കളുണ്ടാവില്ല. പക്ഷേ മനുഷ്യർ ഏത് റേസിൽപ്പെട്ട മംഗോളിയർ തമ്മിലും അല്ലെങ്കിൽ പിന്നെ ദ്രാവിഡരോ ആര്യന്മാരോ അങ്ങനെ ആരായാലും മക്കളുണ്ടാവും. ആ മക്കൾക്കും മക്കളുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഇത് ഒരു സ്പീഷ്യസ് ആണ് തിരിച്ചറിയുന്നത്. അപ്പൊ ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും ജീവിവർഗവും ഈ ഹോമോസാപ്പിയൻസ് സാപ്പിയൻസ് എന്ന് പറയുന്ന ജീവിവർഗമാണ്. അപ്പൊ നമ്മുടെ സഹജീവികളാണ്. ഒരു കാലത്ത് ഒരേപോലെ ഉള്ളവര് പല കാലാവസ്ഥ രാജ്യങ്ങളിലൊക്കെ പെട്ട് ഇപ്പൊ ആഫ്രിക്കയിലൊക്കെ പോയപ്പോൾ നമ്മുടെ ഒരു സഹജീവിയെ കാണുകയാണ്. അപ്പൊ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, ചൈനയിൽ പോകുന്നത് അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, കണ്ടാൽ വ്യത്യാസമുണ്ടല്ലോ. രൂപത്തിലും നിറത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പം തണുപ്പുള്ളടത്ത് കൂടുതൽ താമസിക്കുമ്പോൾ വെളുക്കും. ഇപ്പം ഭൂമധ്യരേഖയുടെ സമീപത്തുള്ള ആഫ്രിക്കയിലൊക്കെ ജീവിക്കുന്നവര് അവര് കറക്കും. അപ്പം തലമുറകളായിട്ട് വരുമ്പോ 2 സ്ഥലത്തും ഇല്ലാത്ത നമുക്ക് നമുക്ക് രണ്ടും പിന്നെ കേരളത്തിലുള്ളവർക്കാണെങ്കിൽ അത് ശീതോഷ്ണാവസ്ഥ ആയതുകൊണ്ട് ഒരു ഇരുനിറം, കറുപ്പിന്റെ വെളുപ്പിന്റെ ഇടയ്ക്കുള്ള നിറം. അതൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ജീവിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ജീവിവർഗത്തിൽപ്പെട്ട സ്പീഷ്യസിൽപ്പെട്ട ആളുകളൊക്കെ ഓരോ സ്ഥലത്തും ജീവിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കിക്കാണാനുള്ള കൗതുകം കൊണ്ടാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. അമേരിക്കയിലൊക്കെ വരുമ്പോൾ പല രാജ്യത്തു നിന്നുള്ള ആളുകൾ ഇങ്ങനെ ഒരു എന്തായാലും സാറിന്റെ ഈ യുഎസിലേക്കുള്ള യാത്ര എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഒരു കാത്തിരുന്ന വരവാണ്. കാരണം സാറിനെ കേൾക്കാൻ ഒത്തിരി പേര് നാളെ കാണാനും കേൾക്കാനും ഒക്കെ ഒത്തിരി പേര് ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട് സാറ് എന്റെ കൂടെ. എനിക്കത് മാത്രമല്ല, ഇന്ന് രാവിലെ എന്റെ യാത്ര പിന്നെ ഈ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്, ഓസ്റ്റിൻ യൂണിവേഴ്സിറ്റിയിൽ. അവിടെ മലയാളം വകുപ്പിൽ മലയാള ഡിപ്പാർട്ട്മെന്റിലൊക്കെ കയറി മലയാളം പറയുന്ന ഒരു സാഹിബിനെ നേരിട്ട് കണ്ടു. ഇത്രയും നല്ലപോലെ മലയാളം സാഹിബിനെ ആദ്യം കാണുന്നതാണ്. അങ്ങനെ സാഹിത്യത്തെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും ഒക്കെ അതോടൊപ്പം അവിടുത്തെ പ്രൊഫസറായ ദർശന ഒക്കെ വലിയൊരു സന്തോഷമായി. കേരള അസോസിയേഷന്റെ ഒരു ഹാളിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ ഇവർക്ക് ഒരു 1000-ൽ പരം മലയാളം ബുക്കുകളുള്ള ഒരു ലൈബ്രറി ഉണ്ടെന്ന് പറയുന്നത് അതൊരു എന്റെ ബുക്കിൽ വെച്ച് കാണുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയല്ലേ സാർ. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. സാർ ഇത്ര നേരവും ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. താങ്ക് യു സോ മച്ച്. വീണ്ടും ഇനി ഒരു അതിഥിയുമായി നമ്മൾ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.